എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വഴുതനങ്ങ കൊണ്ടൊരു വറുത്ത പുളിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 വഴുതനങ്ങ, ഒരു ചെറിയ സവാള, 3 വലിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ തക്കാളി, പുളി നാരങ്ങ വലിപ്പത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചതാണിത്. അരയ്ക്കുന്നതിനാവശ്യമായിട്ട് ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി ചിരവിയത്, ഒരു തണ്ട് കറിവേപ്പില, ഉണക്കമുളക് 7 എണ്ണം, നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അരപ്പിനാവശ്യമായി ചെറിയ ഉള്ളി. ഇതും വറുത്തരയ്ക്കാനുള്ളതാണ്. നമുക്ക് അരപ്പിനുള്ളത് വറുത്തെടുക്കാം. ആദ്യം ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം മുളകിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉലുവയും നാളികേരവും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നത് വരെ. സാമ്പാറിന് വറുക്കുന്നത് പോലെ നാളികേരം ചുവക്കനെ വറുക്കേണ്ടതില്ല. നമുക്കിതിലേക്ക് മല്ലി കൂടെ ചേർത്ത് കൊടുത്ത് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ചെറുതീയിൽ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ളത് അരച്ചെടുക്കാം. വഴുതനങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് കുറുകി വന്നിരിക്കുകയാണ് ഇപ്പോൾ കറി. ഞാൻ അരപ്പിനുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് എടുത്തതാണ്. കുറച്ച് കട്ടിയുള്ള കറിയാണ്, കുറുകിയ കറിയാണ്. കൂടുതൽ വെള്ളം പോലെ ആക്കേണ്ടതില്ല. ഇതൊരു തമിഴ് സ്റ്റൈലിലുള്ള കറിയാണ്. ഇപ്പം നമുക്കിതിലെ പുളി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിൽ കുറച്ച് പണി കൂടെ ഉണ്ട്. ഇപ്പം തന്നെ എല്ലാം പറഞ്ഞ് നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണില്ല, അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുക. ചെറിയ ഉള്ളി ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കറിവേപ്പില തണ്ട് കൂടെ ചേർത്ത് ചുവക്കനെ വറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.